പക്ഷേ ഈ ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിലുണ്ടായ കനത്ത പരാജയമാണ്. അതെന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? പള്ളി പൊളിച്ചത് കണ്ടോ, അമ്പലം പണിതത് കണ്ടോ, ഇന്ത്യൻ ജനസമൂഹത്തിന്റെ മനസാക്ഷിയുടെ അംഗീകാരം ലഭിക്കുന്നില്ല എന്നത് തന്നെ. കാരണം BJPയുടെ ഏറ്റവും വലിയ പ്രചരണായുധമായിരുന്നു ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിച്ചു, ഞങ്ങളത് നേടി, പതിറ്റാണ്ടുകളുടെ സമരത്തിന് ശേഷം. പക്ഷേ അതുകൊണ്ട് മാത്രം ഇന്ത്യയെ ഭരിക്കാനാവുകയില്ല എന്ന് ഫൈസാബാദിലെ ജനങ്ങൾ നമ്മെ കാട്ടിത്തരുന്നു. അതിലെല്ലാം ഉപരി BJP മുമ്പോട്ട് വയ്ക്കുന്ന ആ ഹിന്ദു രാഷ്ട്രവും ഹിന്ദുത്വവും ഒക്കെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും തള്ളിക്കളയുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി തുടരണമെന്ന് തന്നെയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ആഗ്രഹിക്കുന്നത്. അതാണ് അയോധ്യ നൽകുന്ന പാഠം. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മണിപ്പൂരിൽ BJPക്ക് ഉണ്ടായ പരാജയം. അവിടെ 2 ലോക്സഭാ സീറ്റുകളായിരുന്നു, രണ്ടും BJPക്ക് നഷ്ടമായി. കോൺഗ്രസ് ആണ് അവിടെ ജയിച്ചത്. കോൺഗ്രസിനുള്ള പ്രതിപത്തി കൊണ്ടല്ല, BJPക്ക് ലഭിച്ച നെഗറ്റീവ് വോട്ടിംഗ് ആണ് മണിപ്പൂരിലെ റിസൾട്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി തുടരണമെന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നു. പാഠം 7.